വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ രോഹിത്തിനെ കൊണ്ടാക്കാനായിട്ട് ശിവനാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരമാണ് ശിവനാണെങ്കിൽ കുടുംബശ്രീ ശാരദാമ്മയുടെ കുടുംബശ്രീ കടയും ചായക്കടയൊക്കെ കണ്ടില്ലെങ്കിൽ മോശമല്ല, പരാതി വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ശിവനാണെങ്കിൽ രോഹിത്ത് അങ്ങ് വീട്ടിനകത്തേക്കും പോകുന്നുണ്ട്. ശിവനാണെങ്കിൽ നേരെ ഹോട്ടലിലേക്കും പോവുകയാണ്. എന്നിട്ട് അവിടെ എല്ലാമൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് ശ്യാമയോടും ശാരിയോടും പറയുന്നുണ്ട് അതാണ് ആള് എന്നുള്ളത് പറയുകയാണ്. അന്നേരം ഇവരാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അമ്മ എവിടെ നിന്ന് ഇങ്ങനെ ശാരദാമ്മ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ശിവനാണെങ്കിലും നേരത്തെ പരിചയമുള്ള എന്ന പോലെ തന്നെയാണ് ശാരികയോടും ശ്യാമയോടും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ശാരദാമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശാരദാമ്മയുടെ സ്പെഷ്യൽ അവില് നനച്ചതും ഇല്ല അല്ലേ എന്നിങ്ങനെ, അതുകൊണ്ടാണ് അതും ഇല്ലാത്തതല്ലേ എന്നിങ്ങനെ എല്ലാമൊക്കെ നോക്കിയിട്ട് ശിവൻ പറയുമ്പോൾ ശാരികയും ശ്യാമയും കൂടി ഇങ്ങനെ ആ ഒരു വിഷ്ണു സംസാരിക്കുന്നത് പോലെ ആ ഒരു സംസാര രീതിയൊക്കെ കണ്ടിട്ട് അങ്ങനെ അവർക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശിവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം അത് ശ്യാമയാണെങ്കിൽ ശാരിയോട് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ സംസാരിക്കുന്നത് പോലെ അല്ലേ വല്യേച്ചിയും ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ ശിവൻ പോകുന്നത് നോക്കിയിട്ട് ശാരിക അവിടെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് റസാഖാണെങ്കിൽ അവിടെ രേഷ്മയുടെ കടയിൽ വെച്ച് പിന്നെ ആ ഒരു പെൺകുട്ടിയെ കണ്ട തമിഴ്നാട്ടിലെ ആ ഒരു കുട്ടിയെ കണ്ട കാര്യം ശാലിനിയോട് വന്ന് പറയുന്നുണ്ട്. അന്നേരം രേഷ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം എന്നിങ്ങനെ റസാഖിന് ആ ഒരു നിർദ്ദേശം ശാലിനിയോട് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും റസാഖാണെങ്കിൽ അവിടെ ആ ഒരു കടയുടെ അവിടേക്ക് എത്തുന്നുണ്ട്. അന്നേരം രേഷ്മ ഇങ്ങനെ റസാഖ് ഇങ്ങനെ ആ ഒരു കടയുടെ ഫ്രണ്ടിൽ വാച്ച് ചെയ്തൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് രേഷ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലൊക്കെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം റസാഖ് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും, അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അതിന് ശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ കളക്ടറേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ, ആ ഫോണിലെ ആ ഒരു വീഡിയോ ആണെങ്കിൽ വീണ്ടും നേരത്തെ ആ യൂട്യൂബർ ഇട്ടല്ലോ ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളിങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് ഓരോന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ട് ശാലിനി ഇങ്ങനെ ആകെ ഷോക്കാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങ് കസേരയിൽ നിന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വണ്ടിയെടുത്ത് പോകുന്നതും കാണിക്കുകയാണ്. ഇതേ സമയം അവിടെ ശിവനും ഈ വീഡിയോ ഇങ്ങനെ ഫോണിൽ കാണുകയാണ് ചെയ്യുന്നത്. ശിവനും ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ശിവനാണെങ്കിൽ ആ ഒരു ഇയാളെ അന്വേഷിച്ച് പോകുന്നുണ്ട്, ആ ഒരു യൂട്യൂബർ അന്വേഷിച്ച് പോകുന്നുണ്ട്. എന്നിട്ടൊരു രാത്രി സമയത്താണെന്ന് ഒരു തട്ടുകടയിൽ വെച്ച് ഇയാളെ കാണുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശിവൻ അവിടത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദ്യം ശിവൻ്റെ ആ ഒരു നല്ല രീതിക്കൊക്കെ സംസാരിക്കും തോന്നുന്നു. പിന്നീട് അയാളെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കഴിച്ചുകൊണ്ടിരുന്ന അയാൾ ആ അടിയും കൊണ്ട് ആ തറയിൽ വീഴുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. പിന്നീട് ഇങ്ങനെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ഡെയ്സിയും കാണിക്കുന്നുണ്ട്. ഇനി ഇതറിഞ്ഞിട്ട് ശിവനെ കാണാനായിട്ട് ഡെയ്സി വന്നതാണോ അതോ ഇനി ശാലിനിയെ കാണാനായിട്ട് ഡെയ്സി വന്നതാണോ എന്നതിനെപ്പറ്റി അറിയില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ കാണിക്കുന്നുള്ളൂ. ഇയാളെ ഇങ്ങനെ അടിക്കുന്നതാണോ നോക്കുന്നത്, അതിന് ഒരു പരസ്പരം സംസാരിച്ചിട്ട് നോക്കി നിൽക്കുകയാണോ എന്നുള്ള കാണിക്കുന്നില്ല. എന്തായാലും ആ ഒരു യൂട്യൂബർക്ക് കഴിഞ്ഞ തവണ ശാലിനിയുടെ നിന്നാണ് കിട്ടിയെങ്കിൽ ഇത്തവണ ശിവൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്നും അറിയും എടിയമ്മാണ് ഈ ഒരു പണി കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ ഇനി മിക്കവാറും ശിവൻ്റെ കയ്യിൽ നിന്ന് ജോൺ എബ്രഹാമിനും കൂടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ആ ഒരു റസാഖിൻ്റെ അന്വേഷണം അവിടെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ടെസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. പിന്നീട് ശിവനായിരിക്കും ഇവരെയും കൊണ്ട് ആ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നതും ഒക്കെ ആ സീനും ഒക്കെ കാണാം. ഓക്കെ, താങ്ക് യു.